ഞാനേ അവരതിന്റെ ഉള്ളിൽ എന്താ പറയുന്നേ ഒളിഞ്ഞു കേൾക്കുക. ഉമ്മ നമ്മൾ ഇന്നാലും ഇങ്ങനെ ചമ്മിന്ന് അറിയില്ലേന്നും, അതും ആ നഷ്ടങ്ങളുടെ മുമ്പില്. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടി പെണ്ണേ, നീ അത് വിട്ടാ. പൂച്ച ഒരു വട്ടല്ലേ ചൂടുവെള്ളത്തിൽ ചാടുള്ളൂ, പിന്നെ ചാടില്ലല്ലോ. നീ നോക്കിക്കോ, ഇനി അവളുടെ അടപ്പ് ഞാൻ ഊരും. ആര്? ഉമ്മയാ? അവളെ ഉമ്മാന്റെ അടപ്പൂരാണ്ട് നോക്കിക്കോളി. അതെ സത്യം കിട്ടും. ഇക്ക വെറുതെ നോണ പറയണ്ട കേട്ടോ. അതെ ആരാണോ? അതല്ലിക്ക. അപ്പൊ എന്തെങ്കിലും പെട്ടെന്നൊരു ലീവ്? ഇന്നലെ ഇക്ക വിളിച്ചപ്പോഴും ഒന്നും പറഞ്ഞില്ലല്ലോ. അതെ ആ ശരി ശരി. ചെക്കനാ തോന്നുന്നു. അവരിപ്പോ നമ്മളൊന്നും വിളിക്കലില്ലല്ലോ. അത് ശരിയാ. അല്ലെങ്കിൽ ഇപ്പൊ ഇക്കാക്ക് എന്നോട് ആ പഴയ സ്നേഹമൊന്നും ഇല്ല. ഡി, നീ കുറച്ചു നേരത്തെ ആരടുത്ത ഫോണിൽ സംസാരിക്കണ്ടായിരുന്നു? അൻവറിനോടാണോ? അതെ. എന്തോ കാര്യമായിട്ട് പറയണ്ടായിരുന്നല്ലോ. നിന്റെ പൊട്ടിച്ചിരിയും മട്ടാസൊക്കെ കേട്ടല്ലോ. എന്താ കാര്യം? അപ്പൊ ഉമ്മാക്ക് സമാധാനം പറയണത് കിട്ടില്ല അല്ലെ? ഇക്ക എന്റെ അടുത്ത് എന്താ പറഞ്ഞെന്ന് അറിയാണ്ട്. എന്നാലേ ഞാൻ അത് ഉമ്മാന്റെ അടുത്ത് പറയില്ല. ഡി, നീ ഒരുപാട് വേഷം കെട്ടെടുക്കല്ലേ. അവന് എന്റെ മകനായിട്ട് നിന്റെ കെട്ടിയവനായി, അത് നീ മറക്കണ്ട. ഇനി നിങ്ങൾ വെറുതെ പ്രഷർ കൂട്ടണ്ട. അത് വേറെ ഒന്നുമല്ല, ഇക്കേ നാളെ ലീവിന് വരുന്നുണ്ട്. ഇത്ര 2 മാസം ലീവ് കിട്ടിയെന്നാ പറഞ്ഞ്. അതെ. റബ്ബേ, എത്ര നാളായി ഞാൻ എന്റെ മകനെ ഒന്ന് കണ്ടിട്ട്. ചെക്കൻ പോയിട്ട് 2 വർഷം കഴിഞ്ഞു. എത്ര പെട്ടെന്നാ വർഷങ്ങളൊക്കെ പോണത്. വെറുതെ അല്ല, അതാണ് നിനക്കിപ്പോ കുറച്ച് ഇളക്കം കൂടിയാക്കണില്ലടി. അവൻ വരുന്ന വേണ്ടിട്ട് നീ ഒരുപാട് കിടന്ന് ഇളകണ്ട കേട്ടാ. വരുന്നതേ എന്റെ മകനാ, അവൻ വരുന്നതേ എന്നെ കാണാനാ. അവൻക്ക് അവന്റെ ഉമ്മയും പെങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ, മറ്റാരും നീയും. ആയിക്കോട്ടെ, അങ്ങനെ വേണല്ലോ. അങ്ങനെയാണല്ലോ വേണ്ടത്. പുടി. ഒന്നും കേൾക്കാനും പറ്റണില്ല. ചക്കൻ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണ് ബാലടച്ചും കൊണ്ട് 2 കൂടി അതിൻ്റെ ഉള്ളിലുള്ള കുമ്പസാരം. എന്താണോ അത്ര പറയാനുള്ളത്? അത് വരിക ചെയ്യും. നീയാണോ? എന്താന്നും നിങ്ങൾ മകൻക്കും മരുമകൾക്കും കാവൽ നിൽക്കുക? കൊറേ നേരമായിരുന്നു ഇവിടെ ഈ നിപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ട്. അത് വേറെ ഒന്നുമല്ലടി, ഞാനേ അവരതിന്റെ ഉള്ളിൽ എന്താ പറയുന്നേ ഒളിഞ്ഞു കേൾക്കുക. വേറൊന്നല്ല, അവനെ വലിയ 2 പെട്ടികളാ കൊണ്ടുവന്നേക്കണത്. അവളാരാ കള്ളിന്ന് അറിയോ നിനക്ക്? ആ സാധനങ്ങൾ മൊത്തം അവളുടെ വീട്ടിലേക്ക് തള്ളുന്നതിന് മുമ്പേ അത് മൊത്തം നമുക്ക് എടുക്കണം. നീയേ നിന്റെ ഇക്കാനെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ തന്നെ നിന്നോ. നിനക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം നീ എടുത്തോ. അത് പിന്നെ ഉമ്മേന്റെ അടുത്ത് പറയണോ? എല്ലാ സാധനങ്ങളും ഞാൻ തന്നെ എടുക്കും. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മ എടുത്തോ. ഞാനേ അവരെന്താ പറയണെന്ന് കേക്കട്ടെ. എന്തോ കാര്യമായിട്ടുള്ള ചർച്ചയാണ്. ചിലപ്പോഴേ നമ്മൾ രണ്ടാട്ടി കുറ്റവും കുറവൊക്കെ പറഞ്ഞു കൊടുക്കായിരിക്കും ആ ഉരുമ്പട്ടോള്. കേക്കട്ടെ. ഞാനുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്ക്, ഞാനൊന്ന് കേക്കട്ടെ. എന്നാ വന്ന് കേട്ടോ. വല്ല കേക്കണ്ട. എന്താ രണ്ടാളും ഞങ്ങളുടെ റൂമിന്റെ മുമ്പിൽ ഇങ്ങനെ മണത്ത്? എന്തോ? എങ്ങനെ നിങ്ങളുടെ റൂമാ? ഇതേ എന്റെ വീടാ. എന്റെ വീട്ടിലെ എനിക്ക് ഇഷ്ടമുള്ളവിടെയൊക്കെ നിൽക്കും. എനിക്കെന്താടി ഉമ്മ ഇങ്ങോട്ട് വരുന്നു? അതാ വരുന്നു മാനുമ്മ. മതിയോളൂ. ജസ്റ്റ് ഞാൻ അമ്മന്റെ കണ്ണാടി ഒന്ന് അങ്ങോട്ട് വെക്ക്. എന്താ എന്റെ മകന്റെ ഒരു കോലം? എന്താണ് അങ്ങനെ ഇരിക്കുന്നത്? അവിടെ തീറ്റയും കൂടിയൊന്നും ഇല്ല നീ? അതൊന്നും അല്ലമ്മ, അവിടുന്ന് പിന്നെ ഡെയിലി പുറത്തുനിന്നുള്ള ഭക്ഷണമല്ലമ്മ, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ജസ്ന, അളിന്റെ ബിസിനസ് ഒക്കെ അങ്ങനെ പോണു? അത് കൊഴപ്പൊന്നുമില്ലടാ, നന്നായി പോണു. നല്ല ബിസിനസ് അത്ര, നല്ല ലാഭമൊക്കെ ഉണ്ടെന്നാ പറയുന്നത് കേട്ടത്. അല്ലടാ, എന്താ ഇങ്ങനെ പെട്ടെന്നൊരു ലീവ്? അത് ഞങ്ങളെ ഓഫീസിൽ നിന്ന് കുറച്ചു പേര് ഒരു ട്രിപ്പ് പോവുക. 1 മാസത്തേക്കേ, കമ്പനിയുടെ ഒരു ആവശ്യത്തിനാ. അപ്പൊ അതില് ഞങ്ങള് കുറച്ചു പേരില്ല. നോക്കുമ്പോ ബാക്കിയുള്ളവരൊക്കെ അവര് നാട്ടിലേക്ക് പോവുക അത്ര. അപ്പൊ ഞാനും 2 മാസത്തെ ലീവ് എടുത്തിട്ട് വീട്ടിലേക്ക് വരാൻ വിചാരിച്ചു. 2 വർഷമായില്ലേ ഞാൻ പോയിട്ട്. അതന്നെ പറയണത്, എത്ര പെട്ടെന്നാ വർഷങ്ങൾ പോണത്. ഇപ്പൊ 2 വർഷം കൊണ്ട് നീ ആളാകെ മാറിയാക്കണം.
ഇത് ജസ്റ്റ് ഞാൻ വൈകുന്നേരം അളിയനോട് ഇങ്ങോട്ട് വരാൻ പറയും. നമുക്ക് വൈകുന്നേരം പുറത്തേക്കൊക്കെ ഒന്ന് കറങ്ങാൻ പോവാ. അവനൊന്നും വരില്ലടാ. അതിന് അവൻക്ക് എവിടെ ഒഴിവ്? ഭയങ്കര തിരക്കാണ്. ഈ ബിസിനസിന്റെ ഓരോ കാര്യങ്ങളാന്നൊക്കെ പറഞ്ഞിട്ടേ ഭയങ്കര തിരക്കാണ്. ഇവിടുന്നൊന്നും കൊണ്ടാക്കാനും കൂടി അവൻ വരാറില്ല. ഞാൻ പോയിട്ട് വിളിച്ചിട്ട് വരിക ചെയ്യാം. ഇനി പതവ വന്നാലോ 10 മിനിറ്റ് തിരച്ചിരിക്കുക, അപ്പൊ തന്നെ പോവുകയും ചെയ്യും. അവൻക്ക് നിന്ന് തിരിയാൻ സമയമില്ല. എന്നാലേ നമുക്ക് എല്ലാവർക്കും കൂടി വൈകുന്നേരം ജസ്റ്റ് ഞാൻ വീട്ടിലേക്ക് പോവാ. അവിടേക്ക് പിന്നെ ഒരിക്കൽ പോക്കാം. ഇപ്പൊ അവിടെ ഇക്കാന്റെ ഉമ്മയൊന്നും ഉണ്ടാവില്ല. ഉമ്മാന്റെ മകളുടെ വീട്ടിലേക്ക് പോയിക്കുക. പിന്നെ ഇക്കയാണെങ്കിൽ ഓഫീസിൽ നിന്ന് വരുമ്പം 8-9 മണിയാവും. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പിന്നെ ഒരു ദിവസം പോവാം. അതെല്ലാം ഇക്കെന്താ ഈ പെട്ടിയൊന്നും പൊട്ടിക്കുന്നില്ലേ? അതെന്നെ പറയണത്. എന്താണ് പെട്ടി പൊട്ടിക്കാത്ത? 2 വലിയ പെട്ടികളുണ്ടല്ലോ, നിറച്ച സാധനങ്ങളായിരിക്കും. പൊട്ടിക്ക്. നിന്റെ അനിയത്തിക്ക് എന്തൊക്കെയോ കുറെ സാധനങ്ങൾ വേണം പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഞാൻ പൊട്ടിക്ക്. അയ്യോ, അതിലങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല. അതിലെന്റെ കുറച്ച് ഫയലുകളാണ്. ഫയലാ? അതൊക്കെ അവിടുത്തെ ഓഫീസിലെ ഫയലുകളെ. ഞാൻ ഒഴിവുള്ളപ്പോ ഇവിടെ ഇരുന്ന് നോക്കാലോ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. പിന്നെ വേറെ ബാഗിൽ എന്റെ കുറച്ച് തുണികളും ഉണ്ട്. ഇത്രയും വലിയ 2 പെട്ടികളിലും നിന്റെ ഫയലുകളും പിന്നെ നിന്റെ ഡ്രസ്സുകളും ആടാ? വേറെ ഒന്നുമില്ലേ? ഉണ്ട്. ഒരു സാധനം ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്താടാ? ടൈഗർ ബാം. എന്ത് ടൈഗർ ബാമാ? എല്ലാവർക്കും ഉണ്ട്. തലവേദനയ്ക്കും മേലുവേദനയ്ക്കും ഒക്കെ നല്ലതാ. അവന്റെ ഒരു ടൈഗർ ബാം. ഒരു മകൻ ഗൾഫിൽ നിന്ന് ഉമ്മാനെ കാണാൻ വരുമ്പോ കൊണ്ടുവരുന്ന സാധനം അത്ര ടൈഗർ ബാം. ആർക്കും വേണത് അത്? എടാ മൊണ്ട. അപ്പൊ വല്ല ബീത്തപ്പഴോ ബദാമോ പിസ്തയോ അണ്ടിപ്പരിപ്പോ പിന്നെ വല്ല ഉടുക്കാനുള്ള തുണിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ടാ മണ്ട. എല്ലാം വാങ്ങണം വിചാരിച്ച അമ്മ, ഒന്നിനും സമയം കിട്ടിയില്ല. പെട്ടെന്നല്ലേ ടിക്കറ്റ് ബുക്ക് ചെയ്ത്, അതുകൊണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. ഉമ്മാക്ക് ഞാൻ എല്ലാം വാങ്ങിത്തരാ. ഇപ്പൊ ഇത് പിടിക്കാ. എനിക്കൊന്നും വേണ്ട നിന്റെ ടൈഗർ ബാം. ഇത് നീ നിന്റെ കെട്ടികൾക്കാനും കൊടുത്തോ, അല്ലെങ്കിൽ നിന്റെ അമ്മാമ്മയ്ക്ക് കൊണ്ടു കൊടുക്ക്. പിന്നെ നിന്റെ ടൈഗർ ബാം നീ വാടി. പെട്ടിയിലെ എന്തൊക്കെയോ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടേ വലിയ പ്രതീക്ഷയില് മകനെ സ്നേഹിക്കാൻ വേണ്ടിട്ട് ഓടി വന്നതാ ഉമ്മ. ഇപ്പൊ ഒന്നുമില്ലാന്നറിഞ്ഞപ്പോ സ്നേഹത്തിന്റെ പാട്ടിന് പോയി. നല്ല അടിപൊളി ഉമ്മയും അതിന് പറ്റിയ മകളും. ഇതാണ് ഈ നമ്പ്യത്തിക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറയുന്നത്. നീ റെഡിയല്ലേ? എന്നറിയിക്കോ, ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ട് വരാം. ഇനി നീ എവിടേക്കാ? അല്ലൊക്കെ ഉമ്മാന്റെ അടുത്ത് ഞാനൊന്ന് പറയട്ടെ, അല്ലെങ്കിൽ പിന്നെ അത് മതി ഉമ്മാക്ക്. അതൊന്നും കുഴപ്പമില്ല, ഉമ്മാന്റെ അടുത്തേക്ക് ഞാൻ പറയാം. നീ അറിയിക്കോ. നോക്ക്, അങ്ങനെ ഇരിക്കുന്നു രാവിലെ ഉണ്ടാക്കിയത്. ആരും തിന്നൂല്ല, വെറുതെ അങ്ങനെ ഉണ്ടാക്കി വെക്കും. ഉമ്മ, ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകട്ടോ. എവിടേക്ക്? അതൊരു ആവശ്യമുണ്ട് മാം, ഞാൻ വന്നിട്ട് പറയാം. അതെന്താടാ ഉമ്മാനോട് പറയാൻ പറ്റാത്ത ഒരാവശ്യം? അങ്ങനെയൊന്നും ഇല്ല മാം, ഞാൻ വന്നിട്ട് പറയാ. എന്നിട്ട് അവളെവിടെ? അവളും വരുന്നുണ്ടോ? വരുന്നുണ്ട്. അവള് പുറത്ത് നിൽക്കുന്നുണ്ട്. ഓ, ഇപ്പൊ ചോദ്യം പറച്ചിലൊന്നും ഇല്ല. ഞങ്ങള് വേഗം വരുന്നു. ശരി എന്നാ. എവിടേക്കാ അമ്മ രണ്ടും കൂടി ഒരുങ്ങി കെട്ടിയിട്ട്? ആർക്കറിയാ? അതിനിപ്പോ ചോദ്യം പറച്ചിലൊന്നും ഇല്ലാലോ. ഒക്കെ തോന്നിയ പോലെയല്ലേ. എന്തോ കാര്യത്തിന് പോവത്ര, വന്നിട്ട് പറയാന്നും പറഞ്ഞു അവൻ. ചിലപ്പോഴേ അവളുടെ വീട്ടിലേക്കായിരിക്കും. മരുമകൻ ഗൾഫിൽ നിന്ന് വന്നതല്ലേ, അമ്മായിമ്മനും കാണാൻ പോയതായിരിക്കും മരുമകനും അവളും കൂടിയിട്ട്. അതെന്തൊക്കെ തന്നെ ആണമ്മ. അവൾ എന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് തുള്ളിക്കോളും. സ്വന്തം ഭാര്യമാരിലേക്ക് വരച്ച വരൽ നിർത്തണം. ഇതങ്ങനെയല്ല. അവള് തീരുമാനിക്കും എവിടെ വരയ്ക്കണമെന്ന്. അവള് വരയ്ക്കനോടെ ഇക്ക നിന്നോളും. കഷ്ടം. അതില്ലമ്മ, ഇക്ക പറഞ്ഞതേ ഉമ്മ വിശ്വസിച്ചോ? ഞാൻ വിശ്വസിച്ചിട്ടില്ല കേട്ടോ. ഇത്രയും വലിയ 2 പെട്ടികളിലെ ഇക്കാന്റെ ഫയലും തുണിയൊക്കെ എന്ന് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കില്ല. ഇക്കേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അത് മൊത്തം അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പൊ രണ്ടാളും കൂടി ഇവിടുന്ന് പോയാക്കുന്നത്. അത് ഉറപ്പാണ്. നമ്മുടെ അടുത്ത് വെറുതെ ഓരോന്നൊക്കെ പറയല്ലേ, അതൊക്കെ അവളുടെ കളികളാ. എന്തോ കാട്ടട്ടെ, വന്നിട്ട് പറയേരിക്കും.